ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ബൗണ്ടി പോലത്തെ ചോക്ലേറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന കോക്കനട്ടാണ്. ആ ഒരു തേങ്ങയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ടയിൽ നിന്നൊന്ന് തേങ്ങ വേർതിരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് ഈ ചിരട്ട ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചിരട്ടയിൽ നിന്ന് ആ തേങ്ങ ഒന്ന് വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആ തേങ്ങ ഇങ്ങനെ ചെറുതായി വിട്ടു പോരുന്നതായിട്ട് കാണാം ചിരട്ടയിൽ നിന്നൊക്കെ. അപ്പോൾ നമുക്കൊരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടിട്ടൊന്ന് കുത്തിയെടുത്താൽ ആ തേങ്ങ വേഗം ഇങ്ങോട്ട് അടർന്നു പോരും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെയുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ തന്നെ നിൽക്കണം, എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പം ഞാനിവിടെ ഈ തേങ്ങയൊക്കെ ഒന്ന് ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആ പുറകിലുള്ള തൊലി ഒന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു കത്തി കൊണ്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കാരണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ല പ്യുവറായിരിക്കണം. പ്യുവർ വൈറ്റിലുള്ള കോക്കനട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വരിക. അപ്പോൾ നമുക്ക് ആ കാപ്പി കളറൊക്കെ ഒന്ന് പോക്കിയെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ എല്ലെണ്ണത്തിൻ്റെ ബാക്ക് ഭാഗവും ഇതേമാതിരി കത്തി കൊണ്ടിട്ട് കട്ട് ചെയ്ത് പോക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. നല്ലോണം കൈ വെച്ച് നല്ലോണം ഈ തേങ്ങ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. ഞാൻ അങ്ങനെ വൃത്തിയാക്കിയെടുത്ത തേങ്ങ ചെറുതാക്കി കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞാനിതാ ഇപ്പോൾ ഇതൊന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ഗ്യാസിൻ്റെ മുകളിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അടിച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. എപ്പോഴും ഫ്ലെയിം ലോ സ്പീഡിൽ തന്നെ ഇട്ട് വെക്കണം. ഹൈ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തേങ്ങ നന്നായി വറുത്ത് നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ പുതിയ ഡിഷായിട്ട് നമുക്ക് കാണാം. ബൈ.